ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതാർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ബിഗിനേഴ്സിനും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ലഡുവാണിത്. ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയ ലഡുവാണിത്. അപ്പം നമുക്കിനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 3 ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് കാരണം 3 മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് വേണ്ടത്. അതേ സെയിം കപ്പിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തിരുമ്മിയത് വേണം. പിന്നെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഏലയ്ക്ക നല്ലതുപോലെ ചതച്ച് എടുത്തേക്കുവാണ് ഞാനിവിടെ. നിങ്ങൾക്കത് പൊടിച്ചു വേണമെങ്കിലും എടുക്കാം. ഞാനിതിപ്പോൾ നല്ലതുപോലെ ചതച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 125 ml ഹാഫ് കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളും ആ സെയിം മെഷർമെൻറ്റ് കപ്പിൽ തന്നെ ഇതേ അളവിന് തന്നെ സാധനങ്ങൾ എടുക്കുക. അപ്പം നമുക്ക് ക്രാക്സ് ഒന്നും ഇല്ലാത്ത നല്ല കറക്റ്റ് പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഫ്രഷ് കോക്കനട്ട് ഞാനൊരു ഹാഫ് കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയൊരു ബൗൾ നമുക്കെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഹാഫ് കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ഫ്രഷ് കോക്കനട്ടില്ലേ, അതും ഞാനിവിടെ ഒരു ഹാഫ് കപ്പ്, ഈ ഒരു സെയിം കപ്പിൽ തന്നെ ഒരു ഹാഫ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ എടുത്തു വച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറേശ്ശെ ആയിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരുപാടങ്ങ് ഡ്രൈ ആക്കാതെ ചെറിയൊരു രീതിയിൽ നമുക്കൊന്ന് കയ്യിൽ ഉണ്ട പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കാം. ഇത് കറക്റ്റായെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് ഒന്നുണ്ടയാക്കി നോക്കാം. ആ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ച് വെറ്റാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഒരുപാടങ്ങ് വെറ്റായിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത്. കുറച്ച് തിക്കായിട്ട് ഒരു ഡ്രൈനെസ്സോടുകൂടി ഇരിക്കണം. അതാണ് നമ്മുടെ കറക്റ്റ് ആ ഒരു ലഡുവിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെച്ചിരുന്ന ആ ഒരു 1.5 കപ്പ് തേങ്ങയും മൊത്തം തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഇത് മാറി വന്നിരിക്കുന്നത്. നമുക്കിനി ഇതെങ്ങനെ ലഡു ആക്കാമെന്ന് നോക്കാം. കയ്യിൽ ഒരല്പം നെയ്യൊന്ന് തടവുക. നെയ്യ് തടകിയതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന അതിനകത്തൊന്ന് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ബോളിൻ്റെ വലുപ്പത്തിൽ, നമുക്ക് എത്ര വലിയ ബോളാണോ വേണ്ട ആ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് അതിനെ ആക്കിയെടുക്കണം. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ കാണാം അതിൻ്റെ അകത്ത് ഒരു ക്രാക്സോ അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു ആയിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് ആ ഒരു തേങ്ങ അതിൻ്റെ പുറത്തൊന്ന് കോട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ ഒരു പകുതിയും നമ്മൾ ഈ ഒരു വൈറ്റ് കളറിലായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അടുത്തത് ഞാനൊരു പിങ്ക് കളർ ലഡുവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് കളറ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വൈറ്റ് കളർ ലഡു ഉണ്ടാക്കിയതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു തേങ്ങയുടെ മിക്സിൽ റോൾ ചെയ്തെടുക്കുക. ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്തത് കാരണം തന്നെ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നല്ല ബോൾസ് ആയിട്ട് ഇതെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ ഉണ്ടാക്കി അപ്പോഴി തന്നെ കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷവും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. വെറും 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് നല്ലൊരു സ്വീറ്റ് സ്നാക്കായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അങ്ങനെ നമ്മുടെ വൈറ്റ് ലഡുവും പിങ്ക് ലഡുവും നമ്മളങ്ങനെ മൊത്തം റെഡിയാക്കി എടുക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.